അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ ലിസാനുൽ ഖുർആനിൻ്റെ ഒന്നാമത്തെ പാഠഭാഗത്തിലേക്ക് പോവുകയാണ്. നമ്മുടെ മദ്രസ 1-ാം ക്ലാസ് പൂർത്തിയായി. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ മദ്രസ 2-ാം ക്ലാസ്സിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ലിസാനുൽ ഖുർആനിൽ നമ്മുടെ ഭാഷ നമുക്ക് റെഡിയാക്കണം. അറബിയിൽ ഉള്ള ഓരോ പ്രയോഗങ്ങളും നമ്മൾ നന്നായി റെഡിയാക്കണമെങ്കിൽ ഈ പുസ്തകം നന്നായി പഠിക്കണം. അപ്പോൾ ഇതിൽ പറയുന്ന ഓരോ പ്രയോഗങ്ങളും നന്നായി നമ്മൾ നോട്ട് ചെയ്ത് കാണാതെ പഠിച്ച് നന്നായി പ്രാക്ടീസ് ചെയ്ത് പഠിച്ചാൽ നമുക്ക് വലിയ പ്രയോജനം ഉണ്ടാകും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നീട്ടി വിഷയങ്ങൾ പറയല്ല, ആദ്യം ക്ലാസ്സിലേക്ക് പെട്ടെന്ന് നമുക്ക് കടക്കാം. ഒന്നാമതായിട്ട് ക്ലാസ്സിൽ നമ്മൾ പഠിക്കാം, ഫസ്റ്റ് പാഠത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അന ദാരിസുൻ എന്നാണ് പാഠത്തിൻ്റെ പേര്. അന ദാരിസുൻ. അന എന്നുള്ള പ്രയോഗത്തെക്കുറിച്ചാണ് പ്രധാനമായിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാം. അന ഉണ്ടോ? അന എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ എന്നാണ് അർത്ഥം. ഞാൻ, ഐ, ഇംഗ്ലീഷിൽ ഐ എന്ന് പറഞ്ഞ പ്രയോഗമാണ് അന. പാഠത്തിൻ്റെ പേര് അന ദാരിസുൻ. ദാരിസ് എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി. വിദ്യാർത്ഥി എന്നതിനാണ് അറബിയിൽ ദാരിസ് എന്ന് പറയാം. വിദ്യാർത്ഥി അല്ലേ? നമ്മളെല്ലാവരും വിദ്യാർത്ഥികളാണല്ലോ. അപ്പോൾ അറബിയിൽ വിദ്യാർത്ഥി എന്നതിന് ദാരിസ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ഓരോ വ്യത്യാസങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് അങ്ങനെ പറയാം. ദാരിസിൽ വരെ മാറ്റങ്ങളൊക്കെ വരുന്നത് ഇപ്പോൾ നമ്മൾ പറയുന്നില്ല. ഇപ്പോൾ നിങ്ങൾ മൊത്തത്തിൽ വിദ്യാർത്ഥി ഒരു ആൺകുട്ടി പറയുമ്പോൾ അന ദാരിസുൻ, ഞാൻ വിദ്യാർത്ഥി എന്ന് പറയാൻ പ്രയോഗിക്കുന്നത് മനസ്സിലാക്കി വെക്കുക. ഇത് നമ്മൾ അനയുടെ പ്രയോഗം എന്നാണ് ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അനയുടെ പ്രയോഗം തന്നെയാണ്. ഇനി നമ്മൾ 4 ചിത്രങ്ങൾ തന്നിട്ടുണ്ടല്ലോ ഇവിടെ അല്ലേ? ആ ചിത്രങ്ങൾ സംസാരിക്കുകയാണ് നമ്മളോട്. നിങ്ങളോട് പറയാണ് ഞാൻ എന്താണെന്ന് ആ ചിത്രം നമ്മളെ പരിചയപ്പെടുത്തുക. ഒന്നാമതായിട്ട് ഇവിടെ കണ്ടൊരു ചിത്രം അല്ലേ? എന്താണ് സാധനം? മുയലാണ്. മുയലിന് എന്താണ്? മുയൽ പറയാണ് ഞാൻ അർണബാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ മുയലാണ് എന്നാണ്. അപ്പോൾ അറബിയിൽ അർണബ് എന്നാണ് എന്തിന് പറയുക ഉണ്ടോ? അർണബ്. അർണബ് പറഞ്ഞാൽ എന്താ? മുയൽ. മുയൽ. അപ്പോൾ അന അർണബുൻ എന്ന് പറഞ്ഞാൽ ഞാൻ മുയലാകുന്നു. അപ്പോൾ നമുക്കൊരു 2 വിഷയം മനസ്സിലായി. അന എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാണെന്ന് മനസ്സിലായി അല്ലേ? അന എന്ന് പറഞ്ഞാൽ ഞാൻ, അർണബ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ചിത്രം മുയൽ ആണെന്ന് മനസ്സിലായി. ഇപ്പുറത്തോക്ക് വരൂ. ഇപ്പുറത്ത് വേറെ ചിത്രം കാണാം അല്ലേ? ഇപ്പുറത്ത് വേറെ ചിത്രം കണ്ടില്ലേ? അതെന്താ? കൈതച്ചക്ക അല്ലേ? നമ്മൾ പൈനാപ്പിൾ എന്നൊക്കെ പറഞ്ഞ സാധനമാണ്. ഇതിന് അറബിയിൽ എന്താ പറയുക? അനാനാസ്. അനാനാസ്. അപ്പോൾ അനാനാസ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ കൈതച്ചക്കയാകുന്നു എന്നുണ്ടോ? അന അനാനാസുൻ, ഞാനേ കൈതച്ചക്കയാകുന്നു. അപ്പോൾ കൈതച്ചക്ക ഓക്കെ, ഞാൻ എഴുതി തരാം. എല്ലാവരും എഴുതി അല്ലേ? കൈത ചക്ക. മനസ്സിലായോ? ഇത് ചക്ക എന്നാട്ടോ. ഓക്കെ. അപ്പോൾ കൈതച്ചക്ക എന്നതിന് അറബിയിൽ പറയുന്നതാണ് അനാനാസ്. അനാനാസ്. 2 വാക്ക് മനസ്സിലായി. മുയൽ എന്നതിന് അർണബ് എന്നാണ് പറയാന്ന് മനസ്സിലായി. കൈതച്ചക്ക എന്നതിന് അനാനാസ് എന്ന് പറയുന്നത് മനസ്സിലായി. അപ്പുറത്ത് വേറെ ചിത്രം കാണോ അടിയിലല്ലേ? കണ്ടില്ലേ? എന്താ ചിത്രം? ചിത്രം എന്താ? മുയലാണ് അല്ലേ? നമ്മളെ പഴമാണ് അല്ലേ? പഴം. മുയലിൻ്റെ അടിയിലുള്ള ചിത്രത്തിൻ്റെ പേര് പഴമാണ്. ഈ പഴത്തിനെന്താ അറബിയിൽ പറയാമെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. പഴത്തിനെന്താ പറയുക? മൗസ് എന്നാണ് പറയുക. മൗസ് ഉണ്ടോ? മൗസ്. മൗസ് എന്ന് പറഞ്ഞാൽ പഴം. അപ്പോൾ അന മൗസുൻ, ഞാൻ പഴമാകുന്നു എന്നാണ്. ഇപ്പുറത്ത് വേറെ ചിത്രം കാണാം. ഇങ്ങനെ 4 ചിത്രങ്ങളാണ്. ഇപ്പുറത്തുള്ള ചിത്രത്തിൻ്റെ പേര് എന്താ? ചിത്രം അല്ലേ? കണ്ടില്ലേ ചിത്രം? അവിടെ കണ്ടില്ലേ? എല്ലാവരും നോക്കൂ ചിത്രം നോക്കൂ അല്ലേ? അണ്ണാൻ അല്ലേ? അണ്ണാനാണ്. അണ്ണാൻ എന്താ അറബിയിൽ പറയുക? സിഞ്ചാബ്. സിഞ്ചാബ്. സിഞ്ചാബ് പറഞ്ഞാൽ അണ്ണാൻ. അപ്പം 4 വാക്കുകൾ നമുക്ക് മനസ്സിലായി. അർണബ് എന്ന് പറഞ്ഞാൽ മുയലാണ്. അനാനാസ് എന്ന് പറഞ്ഞാൽ അല്ലേ? അനാനാസ് എന്ന് പറഞ്ഞാൽ കൈതച്ചക്കയാണ്. ഇപ്പുറത്തേക്ക് വന്നാൽ മൗസ് എന്ന് പറഞ്ഞാൽ പഴമാണ്. ഇപ്പുറത്ത് സിഞ്ചാബ് എന്ന് പറഞ്ഞാൽ അണ്ണാനാണ്. ഇതിലൊക്കെ കോമൺ ആയിട്ടൊരു വാക്കുണ്ട്. അന എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. അന എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന ആണ് അർത്ഥം. അപ്പം ഞാൻ വിദ്യാർത്ഥിയാകുന്നു, അന ദാരിസുൻ. ഞാൻ മുയലാകുന്നു, അന അർണബുൻ. ഞാൻ ഫാത്തിമയാകുന്നു, അന ഫാത്തിമ. ഞാൻ കരീമാകുന്നു, അന കരീം അല്ലേ? ഞാൻ ഐമനാകുന്നു, അന ഐമൻ. ഇങ്ങനെ നമുക്ക് ഓരോ ആളുകളുടെ പേരും നമുക്ക് എന്ത് ചെയ്യാം? പറയാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മൾ ആദ്യത്തെ പാഠത്തിൽ പറയുന്നത്. ഈ പാഠത്തിൻ്റെ ബാക്കിയിലേക്ക് വരാം. അടുത്ത ചിത്രം അല്ലേ? 4 ചിത്രങ്ങൾ ഇനിയും കാണാം. ആ 4 ചിത്രത്തിൽ നമുക്ക് നന്നായി നോക്കൂ. ഒരു ഉസ്താദിനെ കണ്ടില്ലേ ഇവിടെ? ഒരു ഉസ്താദ് ചിത്രത്തിലിരിക്കണ്ടില്ലേ? ആ ഉസ്താദ് പറയുകയാണെന്ത്? അന ഉസ്താദുൻ. ഉസ്താദ് നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ടല്ലോ അല്ലേ? ഒക്കെ ഉസ്താദ്മാരാണ്. അപ്പോൾ അതിനെന്താ പറയുക? ഉസ്താദ് സ്വന്തക്ക് പറയുകയാണെങ്കിൽ അന ഉസ്താദുൻ, ഞാൻ ഉസ്താദാകുന്നു. അപ്പോൾ ഉസ്താദിന്
പറയണമെങ്കിൽ അന എന്ന് കൂട്ടി കൊടുത്താൽ മതി അല്ലേ. ഇനി അപ്പുറത്ത് നോക്കൂ, ഇപ്പുറത്ത് ആ ക്ലാസ്സിലിരിക്കുന്ന വിദ്യാർത്ഥി അല്ലേ, ആ വിദ്യാർത്ഥിയുടെ ചിത്രം ഇവിടെ കാണാം, കണ്ടില്ലേ ചിത്രം അല്ലേ, ഒരു കുട്ടി ഉണ്ടല്ലേ. അപ്പോൾ ഒരു കുട്ടി, അപ്പോൾ അവൻ പറയാണ് അനദാ, നമ്മുടെ പാഠത്തിൻ്റെ പേരെന്നതാണ് അല്ലേ, ദാരിസുൻ എന്നാണ്. അപ്പോൾ അനദാരിസുൻ, ഞാൻ ആരാകുന്നു, വിദ്യാർത്ഥിയാകുന്നു. നമ്മൾ നേരത്തെ എഴുതിയല്ലോ വിദ്യാർത്ഥി അല്ലേ, നമുക്കിവിടെ ഒന്നും കൂടി എഴുതുക വിദ്യാർത്ഥി. ഇനി നമ്മൾ ഇപ്പുറത്തേക്ക് വരൂ, ഒരു പെൺകുട്ടിയാണ് പറയുന്നത്. അപ്പോൾ അറബിയിൽ എല്ലാവർക്കും ദാരിസ് എന്നല്ലേ പറയാം. ആണാണെങ്കിൽ ദാരിസ് എന്നാണ്, പെണ്ണാണെങ്കിൽ ഇപ്പോൾ മാറും. നമുക്കൊരു മനസ്സിലായില്ലേ, ഇവിടെ ഇപ്പോൾ പെണ്ണിൻ്റെ ചിത്രം കണ്ടില്ല ഞങ്ങൾ അല്ലേ, ഒരു പെൺകുട്ടിയല്ലേ ഇരിക്കണേ. ആ പെൺകുട്ടിയാകുമ്പോൾ ദാരിസ് എന്നല്ല പറയാം, ചെറിയൊരു മാറ്റമുണ്ട് മനസ്സിലായി. ഇവിടെ എന്തെങ്കിലും ഒരു താവ് കൂടുതൽ വന്നു അല്ലേ. നേരത്തെ ദാരിസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ താവ് കൂടുതൽ എന്നാൽ പെണ്ണാവും. എല്ലായിടത്തും താവ് കൂടുതലെന്ന് മനസ്സിലാക്കുക. അതൊക്കെ എന്തായിരിക്കും, സ്ത്രീകളെ കുറിച്ചായിരിക്കും. പുല്ലിംഗം എന്നൊക്കെ പറയും നമ്മൾ. പുല്ലിംഗം സ്ത്രീലിംഗം, ആണാകുമ്പോൾ പുല്ലിംഗം, പുരുഷൻ അല്ലേ, ആണുങ്ങൾക്കല്ലേ പുരുഷൻ എന്നറിയാം. അപ്പോൾ സ്ത്രീ ആകുമ്പോൾ സ്ത്രീലിംഗം, സ്ത്രീകൾക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ദാരിസത്തുൻ. അപ്പോൾ ഇവിടെ വിദ്യാർത്ഥിനി നമ്മൾ അർത്ഥം വെക്കുക, വിദ്യാർത്ഥി എന്നല്ല. ആണാകുമ്പോൾ വിദ്യാർത്ഥി അറിയുമ്പോൾ, പെണ്ണാകുമ്പോൾ വിദ്യാർത്ഥിനി. ഇവിടെ നമ്മൾ വിദ്യാർത്ഥി എന്നാണ് പറഞ്ഞിനി, അപ്പോൾ മാറി. അപ്പോൾ ഒരു താ കൂടിയപ്പോൾ പെണ്ണ മനസ്സിലായി. പക്ഷെ അന മാറൂല, അന എല്ലായിടത്തും അന തന്നെയാണ്, അന മാറുന്നില്ലണ്ടോ. അന ഉസ്താദിന് ഇവിടെ അന തന്നെയാണ്, ഇവിടെ അന ദാരിസിനാണ്. പെണ്ണായപ്പോഴും അന തന്നെ. ഇവിടെ ഇപ്പോൾ സഹ്റത്തുൻ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ താ കൂടിയപ്പോൾ. അപ്പോൾ സഹ്റത്ത് പറഞ്ഞാൽ സ്ത്രീലിംഗത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുക, പുഷ്പമാണെങ്കിലും സ്ത്രീലിംഗത്തിൽ ഉൾപ്പെടുത്തുക. പക്ഷേ നമുക്കവിടെ അനാസ് തന്നെ പ്രയോഗിക്കുക. അപ്പോൾ സഹ്റത്ത് പറഞ്ഞാൽ എന്താ, പുഷ്പം അല്ലേ, പുഷ്പം എന്നൊക്കെ അറിയുള്ളൂ, പൂവ് പുഷ്പം എന്നൊക്കെ പറയില്ലേ, അതാണ് സാധനം. അപ്പോൾ 4 സാധനങ്ങൾ ഇവിടെ നമ്മൾ പഠിച്ചു. എന്തൊക്കെ, ഉസ്താദുൻ അല്ലേ, ദാരിസുൻ. നമ്മൾ പഠിപ്പിക്കുന്ന ആളുകൾക്ക് ഉസ്താദ് എന്നാണ് പറയുക. നമ്മൾ പഠിക്കുന്ന ആൺകുട്ടികളാണെങ്കിൽ അവർക്ക് പറയില്ല എന്താ, ദാരിസ് എന്നാണ് പറയുക. പഠിക്കുന്നത് പെൺകുട്ടിയാണെങ്കിൽ അവർക്ക് എന്താ പറയുക, ദാരിസത്തുൻ എന്നാണ് പറയുക, ഒരു താവ് കൂടി. ഇപ്പുറത്തോ പുഷ്പം, പൂവിനൊക്കെ നമ്മളെന്താ അറബി പറയുക, ഫ്ലവർ എന്ന് ഇംഗ്ലീഷ് പറയുന്നതില്ലേ, അതിന് നമ്മളെന്താ പറയുക, സഹ്റത്തുൻ എന്നാണ് പറയുക. അതുകൂടി മനസ്സിലായില്ലേ. ഇങ്ങനെ നമ്മൾ 4 വാക്കുകൾ കൂടി ഇവിടെ പഠിച്ചു. അതിൽ കൂടെ തന്നെ അന വീണ്ടും വീണ്ടും ആവർത്തിച്ചു. എല്ലായിടത്തും ഞാൻ എന്നതിന് ആരായാലും പെണ്ണായാലും ആണായാലും ഒക്കെ പറയലും തന്നെയാണ് ഞാൻ, അന അന എന്ന് തന്നെയാണ് പറയുക. ഇനി നമ്മൾ അതിൻ്റെ ചില പ്രധാനപ്പെട്ട വർക്കുകൾ പറയാൻ പോവുകയാണ്. നമ്മൾ നന്നായി ചെയ്ത് പഠിച്ചാലേ ഈ പ്രയോഗങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളല്ലോ. അപ്പോൾ അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. നമ്മൾ ഹയ്യാ നഖറ, അതിൻ്റെ അർത്ഥം എന്താ, നമ്മളാദ്യം വായിക്കുക അല്ലേ. ഹയ്യാ നഖറ എന്ന് പറഞ്ഞാൽ നമുക്ക് വായിക്കാം എന്നാണ്. അപ്പോൾ ഈ കൊടുത്ത വാക്കുകൾ ശരിക്കും വായിച്ചാൽ നമുക്ക് ഈ അനയുടെ പ്രയോഗം നന്നായി മനസ്സിലാകും. അതിന് നമ്മൾ അന ചുവപ്പ് കളറിൽ കൊടുത്ത്, അന ബാസിമുൻ. ഒന്നാമത് എന്താ പറഞ്ഞേ, അന ബാസിമുൻ, ഞാൻ ബാസിമാണ്. ബാസിം ഒരു കുട്ടിയുടെ പേരാണ്. അപ്പോൾ അവൻ പറയാണ് ഞാൻ ബാസിമാണ്. അവിടെ അന തന്നെ പ്രയോഗിച്ച്. ഇനി അടുത്തൊരു പെൺകുട്ടിയാണ് പറയുന്നത്, അന ലുബിന, ഞാൻ ലുബിനയാണ്. അത് പെൺകുട്ടിയായിട്ടും പ്രയോഗിച്ചത് എന്തിനാണ്, നമ്മൾ നേരത്തെ പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണല്ലോ, അന തന്നെയാണ് പ്രയോഗിച്ചത്. അപ്പോൾ ആണായപ്പോഴും പെണ്ണായപ്പോഴും അന തന്നെ പ്രയോഗിച്ചത്. അടുത്ത നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് തന്നെയാണ് അന ദാരിസുൻ അല്ലേ, ഞാൻ വിദ്യാർത്ഥിയാണ്. ഒരു ആൺകുട്ടി പറയാണ്. അപ്പോൾ ആൺകുട്ടി പറയുമ്പോൾ ഞാൻ വിദ്യാർത്ഥിയാണ്, അപ്പോഴും അന എന്ന് തന്നെയാണ് പ്രയോഗം, മാറ്റല്ല. ഓക്കെ. ഇനി ഒരു പെൺകുട്ടി പറയാണ് അന ദാരിസത്തുൻ, ഞാൻ വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ ഒരു പെൺകുട്ടി പറയുന്നത് കൊണ്ട് ഒരു താവ് കൊടുക്കണം നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അർത്ഥത്തിൽ പെൺകുട്ടിയാണെങ്കിലും വാക്കിൽ ഇവിടെ അന തന്നെയാണ് പ്രയോഗിച്ചത്, മാറ്റല്ല. അപ്പോൾ ആണായാലും പെണ്ണായാലും ഐ എന്ന്, ഇംഗ്ലീഷിലും ഐ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഞാൻ അല്ലേ, ഞാൻ. അതൊക്കെ ചിലപ്പോൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും, ഇംഗ്ലീഷ് മീഡിയത്തിലും LKG UKG പോകുന്ന ആൾക്കാർ ഇതിലുണ്ടാവുമല്ലോ. അപ്പോൾ ഐ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നല്ലേ. അപ്പോൾ അതിന് അറബിയിൽ പറയുന്നതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് അന. അത് ആണായാലും പെണ്ണായാലും, ഇംഗ്ലീഷിൽ ഐ എന്ന് ആണായാലും പെണ്ണായാലും ഐ എന്ന് തന്നെയാണ് പറയുക. അതേ രൂപത്തിൽ അറബിയിലും ആണായാലും പെണ്ണായാലും അന എന്ന് തന്നെയാണ് പറയുക. അപ്പോൾ അവർക്ക് മനസ്സിലായല്ലോ. ഒന്നാമത് അന ബാസിമുൻ, ഞാൻ ബാസിമാണ്. രണ്ടാമത്തത് അന ലുബിന, ഞാൻ ലുബിനയാണ്. മൂന്നാമത്തത് അന ദാരിസുൻ, ഞാൻ ആൺകുട്ടിയാണ്, വിദ്യാർത്ഥിയാകുന്നു. രണ്ടാമത്തെ നാലാമത്തെ അന ദാരിസത്തുൻ, ഞാൻ വിദ്യാർത്ഥിനിയാകുന്നു. 4 പറഞ്ഞപ്പോഴും അന തന്നെയാണ് പ്രയോഗിച്ചത്. ഓക്കെ, തിരിഞ്ഞിട്ടുണ്ടല്ലോ. അടുത്തേക്ക് പോകല്ലേ. ഇനി നമ്മൾ എഴുതാനാണ് നെക്തുബുന കൊടുത്തത് അല്ലേ. നെക്തുബു എന്ന് പറഞ്ഞാൽ എന്താ, എഴുതാം, നമുക്ക് എഴുതാം എന്നാ. അപ്പോൾ എഴുതി വെക്കുക. എന്താണ് ഇവിടെ ചിത്രം കൊടുത്തത്, ആ ചിത്രത്തിലുള്ള ആൾ പറയണെന്ത്, അന ഞാൻ എന്താണ്. അപ്പോൾ ആ സാധനം അർണബാണ് അല്ലേ, മുയലല്ലേ. മുയൽ നമ്മൾ എന്താ നേരത്തെ പഠിച്ചു, ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അന അർണബുൻ, ഞാൻ മുയലാകുന്നു. അപ്പോൾ അന എന്ന് തന്നെ പറഞ്ഞത് അല്ലേ. ഇനി ഇപ്പുറത്ത് ഒരു അണ്ണാനെ കാണാം അല്ലേ, അണ്ണാൻ്റെ ഫോട്ടം കണ്ടില്ലേ.
സിഞ്ചാബ് എന്ന് അണ്ണാൻ പറയാം അല്ലേ? സിഞ്ചാബ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അണ്ണാനാണ്. അപ്പോൾ അവിടെ ഞാൻ അണ്ണാനാകുന്നു എന്ന് എങ്ങനെ പറയാം? അന തന്നെ പറയാം. നമ്മൾ പഠിച്ചു. നിങ്ങൾ തന്നെ പറഞ്ഞു നോക്കണം കേട്ടോ. ഓരോ വർക്കുകളും ആദ്യം നിങ്ങൾ പറഞ്ഞു നോക്കിയിട്ട് നമ്മൾ വീഡിയോ കാണാൻ പാടുള്ളൂ. വീഡിയോ അങ്ങനെ പറയുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം ആൻസർ പറയണം. എന്നിട്ട് നിങ്ങളിത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമാവും കേട്ടോ. മൂന്നാമത്തെ ചിത്രം എന്താ? നല്ല പഴമുണ്ട് അല്ലേ? നല്ല വാഴപ്പഴമുണ്ട്. ഈ പഴം പറയാണ് അന ഞാൻ പഴമാകുന്നു എന്നെങ്ങനെ അറബി പറയാ? പറഞ്ഞു നോക്കി. അന മൗസുൻ അല്ലേ? ഞാൻ പഴമാകുന്നു. ഇപ്പുറത്തെ നമുക്ക് ഒരു ചിത്രം മാത്രമേ തന്നിട്ടുള്ളൂ, ആൻസർ ഒന്നും തന്നില്ല. നമ്മൾ കണ്ടെത്തണം അല്ലേ? എന്താ നമ്മളിതിന് പറഞ്ഞിരുന്നത്? അനാനാസ്. ഓർമ്മ ഉണ്ടോ? അനാനാസ്. അപ്പം ഞാൻ അനാനാസ് ആകുന്നു എന്നെങ്ങനെ പറയാ? പറഞ്ഞു നോക്കി. ഞാൻ എന്നുള്ളതിന് അന. പിന്നെന്താ പറയുക? നമ്മൾ പറഞ്ഞു അനാനാസുൻ അല്ലേ? ഞാൻ അനാനാസാകുന്നു, ഞാൻ വാഴപ്പഴമാകുന്നു, ഞാൻ കൈതച്ചക്കയാകുന്നു. ഓക്കെ. അപ്പോൾ ഇങ്ങനെ നമ്മൾ പ്രയോഗിച്ച് പഠിക്കുക. ലാസ്റ്റ് നമ്മൾ എല്ലാ ക്ലാസ്സിനും അവസാനം നമ്മൾ ഖുർആാനിൻ്റെ ഒരു ആയത്ത് കൊടുക്കും. നമ്മൾ കിതാബിൻ്റെ പേരാണ് ലിസാനുൽ ഖുർആൻ എന്നല്ലേ? അപ്പോൾ ഖുർആൻ്റെ ഭാഷയാണ് അറബി. അപ്പോൾ അറബി നമ്മൾ വായിച്ച് പഠിക്കുകയാണ്. അപ്പോൾ എല്ലാ ക്ലാസ്സിൻ്റെ അവസാനത്തിൽ നമ്മൾ ഖുർആനിൽ നിന്നൊരു പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം കൊടുക്കും. നമ്മൾ പഠിച്ചുന്ന പാഠവുമായി ബന്ധപ്പെട്ട ഒരു ഉദാഹരണം ഉണ്ടാകുക. അപ്പോൾ നമ്മൾ അനയെക്കുറിച്ചല്ല പഠിക്കുന്നത്. അപ്പോൾ അനയുമായി ബന്ധപ്പെട്ട 2 ഉദാഹരണങ്ങൾ ഇവിടെ ഖുർആനിൽ കൊടുക്കുകയാണ്. ഒന്ന് അന മിനൽ മുസ്ലിമീൻ ഉണ്ടോ? ഖുർആൻ്റെ ആയത്താണ്. അപ്പോൾ അവിടെ ഞാൻ മുസ്ലിമീങ്ങളിൽപ്പെട്ട ആൾ. അപ്പോൾ ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ട ആളാണെന്ന് പറഞ്ഞ് ഞാൻ അന. ഇവിടെ നോക്കി വലാ അന ആബിദും അബത്തും. ഖുർആൻ്റെ ആയത്താണ്. കുല്യാൽ കാഫിർ എന്ന് പറഞ്ഞ സൂറത്തുൽ കാഫിറൂനുള്ള ഒരു ആയത്താണിത്. വലാ അന. അപ്പോൾ ഇവിടെയും അന തന്നെ. അപ്പോൾ ഞാൻ നിങ്ങൾ ആരാധിക്കുന്ന ഒന്നിനെ ഞാൻ ആരാധിക്കുന്നില്ല, ബിംബങ്ങളെയൊന്നും ഞാൻ ആരാധിക്കൂല, ഞാൻ അള്ളാഹിനെ മാത്രമാണ് ആരാധിക്കുന്നത് എന്നാണ് പറയണത്. നമുക്ക് ഞാൻ എന്നുള്ള പ്രയോഗമാണ് ഇവിടെ പ്രധാനം. ഓക്കെ. പിന്നെ ക്ലാസ്സിൻ്റെ അവസാനത്തിൽ നമുക്ക് നമ്മുടെ പുസ്തകത്തിൽ ഒരു എഴുതാനുള്ള സ്ഥലം തന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ അന എന്നുള്ള നമ്മൾ എഴുതിയും കൂടി പഠിക്കണം. പഠിച്ചാൽ മാത്രം പോലെ എഴുതിയും പഠിക്കണ്ടേ? അപ്പോൾ അതിൻ്റെ അടിയിൽ നിങ്ങൾ ഇതേ രൂപത്തിൽ അന എന്നിങ്ങനെ എഴുതി കൊടുക്കുക. അപ്പോൾ എഴുതുന്ന സമയത്ത് എഴുത്തും പഠിക്കും. ഓക്കെ. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമുക്ക് നല്ല നാഫിയ ഇൽമ് പ്രദാനം ചെയ്യട്ടെ. ഉപകാരപ്രദമായ ധാരാളം അറിവുകൾ നൽകട്ടെ. മാതാപിതാക്കൾക്ക് ഉസ്താദുമാർക്കും ഉപകരിക്കുന്ന നല്ല മക്കളാക്കട്ടെ. നമ്മുടെ ഉസ്താദുമാർക്കും മാതാപിതാക്കൾക്കും എല്ലാം അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.